ദമ്പതികൾക്ക് എപ്പോഴും ഉള്ളൊരു സംശയമാണ് എപ്പോഴാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടത്, അതാണ് അവർക്ക് ഗർഭിണിയാകാൻ സഹായിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു നാച്ചുറലി വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു ദമ്പതികൾക്കാണെങ്കിൽ അങ്ങനെ കൃത്യമായ ഒരു സമയമൊന്നും നോക്കേണ്ട കാര്യമില്ല. അവർ ഒരു നാച്ചുറലായിട്ട് അങ്ങ് ജീവിച്ചു പോവുക. ആ ഒരു ജീവിക്കുന്നതിൻ്റെയും ആ ഒരു സന്തോഷത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഗർഭധാരണവും നടക്കും എന്നുള്ളതാണ്. പക്ഷെ മറിച്ച് വന്ധ്യതയുള്ള ആളുകളാണെങ്കിൽ അവർ കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ആർത്തവ ക്രമക്കേടുകളുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ, പ്രായമേറിയ ദമ്പതികളാണെങ്കിൽ, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ദമ്പതികളാണെങ്കിൽ അവർ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് പോകുന്നത് നല്ലതായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു കൃത്യമായിട്ട് ഓവുലേഷൻ വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ, കൃത്യമായിട്ട് ആർത്തവം വരുന്നുണ്ട്, 28-30 ദിവസത്തിനുള്ളിൽ ആർത്തവം വരുന്നുണ്ട് എങ്കിൽ അവരുടെ ഓവുലേഷൻ നടക്കുന്നത് മിക്കവാറും 13, 14, 15 ദിവസങ്ങളിലായിരിക്കും പീരീഡ്സിൻ്റെ. ഇപ്പോൾ പീരീഡ് ഇപ്പോൾ ഏപ്രിൽ 1-ാം തീയതി ഏപ്രിൽ 13, 14, 15 ആ ദിവസങ്ങളായിരിക്കും അവർക്ക് ഓവുലേഷൻ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ബന്ധപ്പെടുന്നതാണ് ഗർഭധാരണത്തിന് ഏറ്റവും സഹായകമാകുന്നത്. അതേപോലെ തന്നെ മറിച്ച് പീരീഡ്സ് തെറ്റി വരുന്ന ആളുകളാണെങ്കിൽ അതനുസരിച്ചിട്ട് ചിലപ്പോൾ ഈ 13, 14 എന്നുള്ള 17, 18, 20 ദിവസവും ചിലപ്പോൾ ആയെന്നിരിക്കാം. ഇനി ഒരു 2-3 മാസം കൂടുമ്പോൾ പീരീഡ്സ് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ഡോക്ടറെ സമീപിക്കുകയും വേണം. അതിനൊരു പരിശോധനയും ഒരു കൃത്യത ഉണ്ടാക്കുന്നത്, ഇല്ലെങ്കിൽ ഗർഭിണിയാകാനുള്ള സാധ്യത അവർക്ക് വളരെ കുറവായിരിക്കും. പിന്നെ ഇതിനകത്ത് ഒരുപാട് മിഥ്യാധാരണകളുണ്ട്. അതായത് ആ സമയത്ത് നമ്മൾ ആർത്തവ സമയത്ത് ബന്ധപ്പെടുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും പ്രത്യേക ആഹാരങ്ങൾ കഴിച്ചിരിക്കണം, അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ പാടില്ല. ഇതൊന്നും സാധാരണ ഒരു ദമ്പതിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ബാധകമല്ല. അവർക്കിതൊന്നും ആവശ്യമില്ല. മറിച്ച് ഏതെങ്കിലും ഒരു വന്ധ്യതയുടെ ചികിത്സാ രീതി ചെയ്തവർക്കാണെങ്കിൽ, അതും IVF പോലുള്ള ചികിത്സയൊക്കെ ചെയ്തവർക്കാണ് യൂഷ്വലി റെസ്റ്റ് പറയുന്നത്. അല്ലാതുള്ള ആളുകൾക്കൊന്നും ഈ പറഞ്ഞ പോലെ ഓവുലേഷൻ സമയം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ബെഡ് റെസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർ സാധാരണ ജോലികളും ചെയ്ത് സാധാരണ രീതിയിലുള്ള ആഹാരങ്ങളും എല്ലാം കഴിച്ചൊരു നോർമലായിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യുന്നതാണ് എപ്പോഴും ഗർഭധാരണത്തിന് ഏറ്റവും അധികം സഹായകമായ കാര്യം.